നമസ്കാരം, ഞാൻ റോണിയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ജേണിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഞാൻ എത്ര രൂപയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയതെന്നാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഉടനെ ഞാൻ അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ അപ്പ് സ്റ്റോക്സിൽ പോയിട്ട് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, എൻ്റെ അമ്മയുടെ പേരിലാണ് ഡിമാറ്റ് അക്കൗണ്ട്. എന്തായാലും നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിച്ചതിന് ശേഷം ഞാൻ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സോ 1.5 വർഷം കൊണ്ട് എനിക്ക് ഏകദേശം 34 ലക്ഷം രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. എന്തിനാണ് നിങ്ങളെ ഞാൻ ഇത് കാണിക്കുന്നത് എന്ന് അല്ലേ? എൻ്റെ അറിവിൽ തന്നെയാണെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് മാർക്കറ്റിൽ പോയി ഒത്തിരി കാശ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. സിറോദയുടെ CEO ആയ നിതിൻ കാമത്ത് പോലും പറയുന്നത് 90% ട്രേഡർമാരും മാർക്കറ്റിൽ കൊണ്ട് കാശ് കളയുകയാണെന്നാണ്. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നതുകൊണ്ട് അത്ര എളുപ്പത്തിലുള്ള ഒരു സ്കില്ലല്ല മാസ്റ്റർ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരു പക്ഷേ ആണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഒരു പക്ഷേ സ്ക്രീൻഷോട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചത് കണ്ടോ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉള്ളിൽ നിന്നൊരു ഇൻസ്പിറേഷൻ വരുമായിരിക്കും ട്രേഡ് ചെയ്യാനായിട്ട്. ട്രേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ട്രേഡിൽ ജയിക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ്. പലരും എടുക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ട്രേഡിങ്ങിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്ന ഒരാളുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ജിം സൈമൺസ് ആണ്. ജിം സൈമൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70% റിട്ടേണോളമാണ് ഒരു വർഷത്തിൽ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ആണെങ്കിൽ ജിം സൈമൺസിന്റെ ഒക്കെ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ, അയാളാണെങ്കിൽ റിട്ടേൺ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന റിട്ടേൺ ഒന്നുമല്ല. എന്ന് വെച്ചാൽ അയാളുടെ ഒരു വലിയൊരു ടീമുണ്ട്. അവരെല്ലാം കുറെ മാത്തമാറ്റിക്കൽ മോഡലിങ്ങും ടൺ കണക്കിന് ഡേറ്റയും, നമ്മളൊക്കെ വിചാരിക്കുന്നതിലും ഒത്തിരി അധികം ടൺ കണക്കിന് ഡേറ്റയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ഉടനെ നമ്മൾക്കാണെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ എതിരെ നമുക്ക് ട്രേഡ് ചെയ്ത് ജയിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആണെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ നോക്കുവാണെങ്കിൽ വാറൻ ബഫറ്റ് ആണ്. ഏകദേശം 100 ബില്യന്റെ മുകളിലാണ് വാറൻ ബഫറ്റിന്റെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ വാറൻ ബഫറ്റിന്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയുണ്ടായി, ഇൻവെസ്റ്റിങ്ങിൽ പഠിക്കാനായിട്ട് എന്താണ് വേണ്ടതെന്ന്. ഇപ്പോൾ വാറൻ ബഫറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ മാത്സും പിന്നെ ആണെങ്കിൽ കോമൺ സെൻസും മാത്രം മതി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റിങ്ങിലൂടെ കാശ് ഉണ്ടാക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇൻവെസ്റ്റിംഗ് ഇത്ര എളുപ്പമാണെങ്കിൽ ഇത്രയും കട്ടിയുള്ള ട്രേഡിങ്ങിനെ പുറകെ പോയി നമുക്ക് കാശ് നഷ്ടപ്പെടുത്തണമെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി പാഷനും ഡിസിപ്ലിനും പിന്നെ ആണെങ്കിൽ നല്ലൊരു പ്രോസസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പാഷനും ഡിസിപ്ലിനും ആണെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റത്തില്ല, അത് സ്വയമുള്ള താല്പര്യമാണ്. പക്ഷേ ആണെങ്കിൽ നല്ലൊരു പ്രോസസ്സ് ഉണ്ടാക്കി തരാനായിട്ട് പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വീഡിയോസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും അതായത് ഏതൊരാൾക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വീഡിയോകളുടെ ഒരു സീരീസ് ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഉടനെ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സീരീസ് എന്നെന്ന്? യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കോഴ്സുകളില്ലെന്ന്, ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പലതും ഇല്ല. ശരിയാണ്, അങ്ങനെ പല കോഴ്സുകളും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും. പക്ഷെ അതിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ട്രേഡറിന്റെ മൈൻഡ് സെറ്റോട് കൂടി ഒരിക്കലും ഇൻവെസ്റ്റിങ്ങിലേക്ക് വരാൻ പറ്റത്തില്ല. അതായത് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ട്രേഡറിന്റെ മൈൻഡ് സെറ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ ആകാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ യൂട്യൂബിൽ പോയി കാണുന്ന പല കോഴ്സുകളും ആണെങ്കിൽ കൂടുതലും ട്രേഡർമാരാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് കാരണം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും, തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഒരുപക്ഷെ ഒരു ട്രേഡർ ക്രിയേറ്റ് ചെയ്ത ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോകൾ കണ്ടിട്ട് ഒരു ഇൻവെസ്റ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ഒരാൾ, എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത് തെളിയിച്ച ഒരാളുടെ വീഡിയോകൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലൊരു പെർസ്പെക്റ്റീവ് കിട്ടും, കൂടുതൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ മാർക്കറ്റിനെ കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരാളിൽ നിന്ന് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും, നിങ്ങൾ എന്താണ് ചെയ്യുന്നതിനെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഒരു സീരീസ് പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോകൾ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ തിരുത്താനായിട്ട് പോവാണ്. ഞാനാണെങ്കിൽ വീഡിയോയുടെ തംബ്നെയിലിൽ ഇല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഞാൻ എത്ര രൂപ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്.
പക്ഷേ ആണെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് ഒരു 3 മുതൽ 5 വർഷത്തെ ടൈം ഫ്രെയിമെങ്കിലും നമുക്കുണ്ടായിരിക്കണം. അതായത് ഒരു 3 മുതൽ 5 വർഷം വരെയുള്ള ഒരു സമയമെങ്കിലും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ സമയം കൊടുക്കണം. ഒരാൾക്ക് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയൊരു റിട്ടേൺ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആ സമയം കൊണ്ട് ഉണ്ടാകണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതായത് പലരും പല രീതിയിലുള്ള ബിസിനസ്സുകളാണ് വാങ്ങാനായിട്ട് മാർക്കറ്റിലൂടെ പോകുന്നത്. അപ്പം പല ബിസിനസ്സുകളും പല രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പം ഒരാൾക്ക് കിട്ടിയ റിട്ടേണിന്റെ കൂട്ട് തന്നെ വേറൊരാൾക്ക് ഉണ്ടാകണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോകളിലൂടെ ആണെങ്കിൽ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് റഫായിട്ട് ഞാനൊന്ന് പറയാം. നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ആയിട്ടുള്ള രീതിയിൽ കാണണം. നമ്മളൊരു സ്റ്റോക്ക് അല്ല വാങ്ങിക്കുന്നത്, ഒരു ബിസിനസ് ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ ഒരു രീതിയിൽ വേണം ഒരു സ്റ്റോക്ക് വാങ്ങാൻ നേരത്ത് ചിന്തിക്കാനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോകളിലൊക്കെ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസിന്റെ കമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്, അതായത് വേറൊരു ബിസിനസ്സിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഈ ബിസിനസ്സിനെ എന്താണ് മികച്ചതാക്കുന്നത്, അതായത് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ഭാവിയിൽ എങ്ങനെയാണ് വളരാൻ പോകുന്നത്, ആ ബിസിനസിന്റെ പ്രോഫിറ്റ് വളരുന്നതും അതിന്റെ ഷെയർ പ്രൈസിനെ എങ്ങനെ ബാധിക്കും, ഒരു ബിസിനസിന്റെ വാല്യൂ എന്താണ്, ഒരു ബിസിനസിന്റെ പ്രൈസ് എന്താണ്, ബിസിനസിന്റെ വാല്യൂവും പ്രൈസും തമ്മിൽ എന്താണ് ബന്ധം, ഒരു ബിസിനസിന്റെ മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ബിസിനസ്സിൽ ഇത്രയും പ്രധാനമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വീഡിയോകളിലെല്ലാം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഉടനെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർമാർ അവരെങ്ങനെയാണ് സ്റ്റോക്കുകളെ കണ്ടത്, അവരെങ്ങനെയാണ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ ഒരുപക്ഷെ അവർ ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നല്ല ചോദ്യം, അവർ ചെയ്യുന്ന പ്രോസസ്സ് നമുക്കും ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നാണ്. എന്നുവെച്ചാൽ പ്രോസസ്സ് മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇവിടെ നല്ല പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഭാവി വരുന്ന വീഡിയോകളിൽ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാനും അറിയാനായിട്ടും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ്സിലൂടെ അറിയിക്കുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.